പത്തനംതിട്ട കോന്നിയിലെ പാറമട അപകടത്തിൽ മരിച്ച തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷയില്ലായിരുന്നുവെന്ന് തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട്. പാറമടയിൽ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തും. പാറമട ഉടമയ്ക്കെതിരെ കേസെടുക്കുന്നത് പോലീസ് പരിശോധിക്കും. വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, നേരത്തെ തന്നെ ഇവിടെ ഈ നാട്ടുകാരടക്കം ഉയർത്തിയ ആക്ഷേപങ്ങളിലുള്ള ഒന്നായിരുന്നു ഇത്. അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷയടക്കം ഒരുക്കുന്നില്ല എന്നുള്ള കാര്യം, ഈ ക്വാറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത് വ്യാജരേഖകൾ നിർമ്മിച്ചാണ് പ്രവർത്തിക്കുന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നാട്ടുകാർ തന്നെ ഉയർത്തിയതാണ്. ഇപ്പോഴത് പരിശോധനയിൽ വ്യക്തമാവുന്നുണ്ട് ചില കാര്യങ്ങൾ. എന്താണ് പോലീസിന് തുടർ നടപടി എന്ന നിലയിൽ ആലോചിക്കുന്നത് ജയശങ്കർ? അതായത് റീജിത്ത്, ഈ പാറമട അപകടവുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ വിളിച്ച ഉന്നതതല യോഗം കോന്നി താലൂക്ക് ആസ്ഥാനത്ത് പൂർത്തിയായി. ഈ യോഗ തീരുമാനങ്ങൾക്ക് ശേഷമാണ് ജില്ലാ കളക്ടർ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ വ്യക്തമാക്കിയത്. അതായത് തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷ ഇല്ലെന്ന തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട് കളക്ടർ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാറമട ഉടമയ്ക്കെതിരെ കേസെടുക്കുന്ന കാര്യം പരിശോധിക്കും. പോലീസാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നിലവിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സർക്കാർ ഭൂമി കയ്യേറി പാറ പൊട്ടിച്ചു എന്ന പരാതിയും ഉദ്യോഗസ്ഥ സംഘം സ്ഥലം പരിശോധിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് എന്തായാലും കളക്ടർ നിലവിൽ വ്യക്തമാക്കുന്നത്. സംബന്ധിച്ച യോഗം പൂർത്തിയായിട്ടുണ്ട്. കെ ജനീഷ് കുമാർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും ഈ പാറമട സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം ജില്ലാ കളക്ടർ വേണമെന്ന ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ നൽകിയിരുന്നു. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ലഭിക്കും. എന്തായാലും പ്രാഥമികമായി ഈ തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാറമടയിൽ ഉണ്ടായിരുന്നില്ല എന്ന കണ്ടെത്തൽ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാറമട ഉടമയ്ക്കെതിരെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ. രണ്ടുപേരുടെ ജീവൻ നഷ്ടമായ അപകടമാണ് അത്. അവിടെ തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷ ഇല്ലായിരുന്നുവെന്ന് തൊഴിൽ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി പോലീസ് കൂടുതൽ നടപടികൾ ഈ ക്വാറി ഉടമയ്ക്കെതിരെ സ്വീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.